ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ബി മോഹൻകുമാർ തമ്മിലോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ബി മോഹൻകുമാർ, രാവിലെ ഈ വാർത്ത കേൾക്കുമ്പോൾ അതൊരു കവർച്ചാ ശ്രമം എന്നത് മാത്രമാണ് വിചാരിച്ചത്. കുട്ടിയെ പരിശോധനയ്ക്കും മറ്റുമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നറിയുമ്പോൾ പോലും ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാകരുത് എന്ന് വിചാരിച്ച ഒരു കാര്യത്തിന് സ്ഥിരീകരണം വരികയാണ് പ്രാഥമികമായ മെഡിക്കൽ പരിശോധനയിൽ. ഇതെന്തൊരു കഷ്ടമാണ്. ഒരു കുഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങുകയാണ്, അതിനെ തട്ടിക്കൊണ്ടുപോവുക, ഉപദ്രവിക്കുക, ലൈംഗികാതിക്രമം നടത്തുക, ഉപേക്ഷിക്കുക എന്ന രീതിയിൽ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. തീർച്ചയായും ഇത് മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ ബന്ധപ്പെട്ട അധികൃതരോട് അടിയന്തരമായി അന്വേഷിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് അവിടെ ഇടപെടുകയും വളരെ വേഗത്തിൽ പ്രതികളെ പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും മറ്റ് സൗകര്യങ്ങളും എല്ലാം അടിയന്തരമായി ബന്ധപ്പെട്ട DCPOയും ബന്ധപ്പെട്ട അധികാരികളും എല്ലാം ചെയ്യണം എന്ന നിലയിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് എന്ത് സഹായവും കുട്ടിക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. അക്രമകാരികളെ അടിയന്തരമായി പിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ബി മോഹൻകുമാർ, ഇപ്പോൾ ഇത് ഒരു പക്ഷേ ഒരു മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ വീട്ടിലേക്ക് അക്രമി കടന്നതായിരിക്കാം. പക്ഷെ ഒരു കുഞ്ഞ് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ അതിനെ തട്ടിക്കൊണ്ടു പോകുക, ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഒരു ക്രിമിനൽ മാനസികാവസ്ഥ ഉള്ള ഒരാൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ചോദന എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളോടുള്ള ഈ കാഴ്ചപ്പാട് പൊതുവെ സമൂഹത്തിലുണ്ട്. നമ്മളിപ്പോൾ ഇത് എത്ര സംഭവങ്ങളായി. ഭാഗ്യത്തിന് ഈ കുഞ്ഞിനെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടി എന്നത് ആശ്വസിക്കാം എന്നേ ഉള്ളൂ. ഇതിനൊരു പരിഹാരം എന്താണ്? തീർച്ചയായും ഇത് ഞാൻ പറഞ്ഞല്ലോ, നിർഭാഗ്യപരമായ ഒരു സംഭവമാണ്. ചില മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകുന്ന വൈകൃതമായിട്ടുള്ള ഇത്തരം സ്വഭാവങ്ങളെ പൊതുസമൂഹമാകെ എതിർക്കപ്പെടേണ്ടതാണ്. ഇതിൽ നിയമപരമായി രക്ഷിതാക്കളെ കൃത്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യമായിട്ടുള്ള ഇടപെടലും അനിവാര്യമാണ്. വളരെ വേദനാജനകമായിട്ടുള്ള സംഭവമാണ്. തീർച്ചയായും ഈ സംഭവത്തിൽ നമുക്കിപ്പോൾ ഇതല്ലേ പറയാൻ കഴിയുള്ളൂ. എല്ലാവിധ സഹായങ്ങളും ആ കുഞ്ഞിനുണ്ടായിട്ടുള്ള വേദനയിൽ, അതുപോലെ തന്നെ കുഞ്ഞിനാവശ്യമുള്ള സംരക്ഷണം, ഇതെല്ലാം ഉറപ്പു നൽകാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഒരു പൊതുസമൂഹമാകെ ഇത്തരം വൈകൃതങ്ങൾ കാണിക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അത് പോലീസും കൃത്യമായി ഇക്കാര്യത്തിൽ ആവശ്യമായ അന്വേഷണം നടത്തുന്നത് തന്നെയാണ് കമ്മീഷൻ എന്നതിൽ സൂചിപ്പിക്കാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ മോഹൻകുമാർ സംസാരിച്ചതിന്. അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകും എന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ബി മോഹൻകുമാർ. കുഞ്ഞിന്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും നൽകും. കുഞ്ഞിന് ആവശ്യമായ മെഡിക്കൽ സഹായം അടക്കം അടിയന്തരമായി നൽകാനുള്ള നിർദ്ദേശം നൽകും.